അവൻ ഇവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അണ്ണ എന്തൊരു തേങ്ങയാണ് ഈ പറയുന്നേ? മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ BJP വിശ്വസിക്കുന്നവർ BJPക്കും NDAക്കുമാണ് വോട്ട് ചെയ്യുന്നത്. എന്താണ് അതിനകത്തെ വ്യത്യാസം? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നവും പ്രൊട്ടസ്റ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നീറ്റ് പരീക്ഷയിലെ പരീക്ഷ പേപ്പർ ചോർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രതികൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ടൊവിനൊക്കെ പ്രതികൂലിച്ചു. ടൊവിനോയുടെ വീടിന് മുമ്പിൽ യുവമോർച്ചയൊക്കെ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സാധനമൊക്കെ കണ്ട്. പ്രകാശ് രാജൊക്കെ അനുകൂലിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അനുകൂലിച്ച് പോകുന്നു, പ്രതികൂലിച്ച് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ അഖിൽ മാരാർ ഒരു വീഡിയോ കണ്ടു. പുള്ളി എന്തൊരു തേങ്ങയാണ് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് മാരാർജി പറയുന്നത് കേൾക്കാം. 8.5 മിനിറ്റുള്ള വീഡിയോ ആണേ. അപ്പോൾ നിലപാടുകളുടെ സിംഹം, ബിഗ് ബോസിൽ നിലപാടുകൾ വെച്ച് ജയിച്ച ഒരു വ്യക്തിത്വം. ചേട്ടാ, ഇത് എന്ത് നിലപാട്? ഇതിനകത്ത് നിലപാടവിടെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ നമസ്കാരം. ഡൽഹിയിലെ CGP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഡൽഹിയിൽ CGP ആണോ? CJP അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി. CJP കറക്റ്റാണ്, CGP അല്ല. യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിൽ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഞരളത്ത് ഹരിഗോവിന്ദൻ പണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്. താല്പര്യമില്ല. ഒരിക്കലും കല്ലുപോലു ശരീരം. ഏത് സമരത്തെ ആയാലും അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ സമരത്തിന്റെ അഗ്നി ആളിപ്പടരുമെന്ന പരമമായ യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം. ഓക്കെ, ഏതൊരു സമരത്തിനെയും അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം വലുതാകുമെന്നുള്ള പരമമായ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം നടക്കുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അല്ലേ? അപ്പോൾ അഖിൽമാരാർ ആരുടെ പക്ഷം? അടിച്ചമർത്തുന്നതിൻ്റെ പക്ഷമോ അടിച്ചമർത്തപ്പെടുന്നവൻ്റെ പക്ഷമോ? അപ്പോൾ അടിച്ചമർത്തുന്നുണ്ടെന്ന് സമ്മതിച്ചു. അടിച്ചമർത്തുന്ന ഗവൺമെൻറ് ആണല്ലോ അല്ലേ? മാറ്റി പറയല്ലേ എന്നതിന് ഞരളത്ത് ഹരിഗോവിന്ദൻ്റെ ഈ ഒരു കവിത ഞാൻ പാടിക്കൊണ്ട്, പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് അന്നൊരു സമരത്തെ ഒരു കാര്യമില്ലാത്ത അങ്ങേരന്തത്തിന് ഇതിനകത്തോട്ട് വിളിച്ചു പിടിച്ചിരുന്നേ ഒരു കാര്യമില്ല. ചുമ്മാ ഈ പുള്ളിക്കാരൻ എപ്പോഴുള്ള ഇന്നലകളിൽ എന്ന് പറഞ്ഞ സാധനം പോലെ ഒരു കാര്യമില്ല, വെറുതെ ഇരിക്കില്ല. എന്നാൽ പിന്നെ പിണറായി വിജയനെ 2 പറഞ്ഞു കഴിഞ്ഞ് പുള്ളി തീർന്ന്. പുള്ളിയുടെ ഭരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഭരണമായി. ഇനിയും VD സതീഷിനെ കുറ്റം പറ. ഇപ്പോഴും എന്തിനാ പിണറായി വിജയൻ്റെ കേസ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്താ? പണ്ട് സ്ഥിരം കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 1975 റഷ്യയിൽ എന്ത് സംഭവിച്ചു, അതേപോലെയാണ് അഖിൽമാരുടെ സാധനം. എന്ത് പറഞ്ഞാലും കുറേ പിന്നോട്ട് പോയിട്ട് ഇപ്പോൾ ഒരു റെലവൻസി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. കേൾക്കാം. അടിച്ചമർത്താൻ നോക്കിയപ്പോൾ അന്ന് ഒരു സമരത്തിൽ അനുകൂല അനുഭാവം പ്രകടിപ്പിച്ചവരെ പോലീസ് കള്ളക്കേസ് കൊടുക്കി ജയിലിലടക്കാൻ ശ്രമിച്ചപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ച ഞാൻ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ കേസെടുത്ത സമയത്ത് ഞാൻ എഴുതിയ മറ്റു ഒരു കവിതയുണ്ട്. ആ കവിത ഇപ്രകാരമായിരുന്നു: നിങ്ങളൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ, നിങ്ങളൻ നാവിന്റെ വേരെറുക്കൂ, നിങ്ങൾ ഈ കർണപടമധ്യഭാഗത്ത് കൂടത്തിനാലൊന്നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്നൊരു പ്രതിഷേധ കടലിനെ തല്ലിയൊതുക്കുവാൻ നോക്കിടല്ലേ, നിന്നുടെ ധാർഷ്ട്യവും ധിക്കാരവും തൂത്തെറിയാനായി ഞങ്ങളുണ്ടേ. അപ്പൊ ഞാനിത് പറഞ്ഞത് കേവലം ആർത്തിരമ്പുന്ന ആരെ അടിച്ചൊതുക്കണമെന്നാണോ അടിച്ചൊതുക്കരുതെന്നാണോ? അതോ പിണറായി വിജയൻ അടിച്ചൊതുക്കുമ്പോൾ അത് തെറ്റും, മോദിജി അടിച്ചൊതുക്കുമ്പോൾ അത് ശരിയുമാണോ? മാരാർജി BJP അല്ലേ? NDA അല്ലേ? BJP അല്ലല്ലോ, ചക്ക. NDA അല്ലേ? NDA സഖ്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ? അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ നമ്മൾ എതിർക്കുമോ? കേൾക്കാം. കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ മാത്രമല്ല, കേവലം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ മാത്രമല്ല, ഏതെല്ലാം പ്രദേശത്ത്, അതൊരു പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, ജില്ലാ ഭരണകൂടമായിക്കോട്ടെ, ഒരു പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അധികാരത്തിന്റെ ഗർവ്, അധികാരത്തിന്റെ ലാത്തി, അധികാരത്തിന്റെ കൂടം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരന്റെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ
ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശബ്ദം ഒരുപക്ഷെ ഒരു വലിയ അട്ടഹാസമായി മാറുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം കൂടിയാണ് 20 ദിവസത്തോളമായി ആരും യാഥാർത്ഥ്യം കൂടെയാണ് 20 ദിവസമായിട്ട് അവിടെ നടക്കുന്ന സമരത്തിലേക്ക് ആൾക്കാർ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ സാധനം ശബ്ദം ഉയർന്നു വന്നത്, കൂടുതൽ വ്യാപിച്ചത്. മാരാർജി അതല്ലേ പറയുന്നേ, മാറ്റി പറയത്തില്ലല്ലോ. ഓക്കെ, പറ. ശ്രദ്ധിക്കാതെ കിടന്ന CJPയുടെ ഒരു സമരത്തിൽ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയൊടിച്ച് എത്തിച്ചേരുന്ന യുവാക്കളുടെ ഒരു വലിയ എന്താ പറയാ പോയി വാക്കുകൾ ബ്ലോക്കായിപ്പോയി. ഞഞ്ഞായി, വളരെ ഞഞ്ഞായി. ഒത്തിരി ആലോചിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിൽ മാരാർജി ശരിക്കും ധർമ്മസങ്കടത്തിലാണ്. നമ്മൾ NDA സഖ്യത്തിൽ നിൽക്കുന്ന BJPനെ സപ്പോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ NDA സഖ്യത്തെ, അല്ലെങ്കിൽ ഇപ്പം NDA ഗവൺമെൻറ് ആണല്ലോ, NDA ഗവൺമെൻറ്റിനെതിരെ നിൽക്കുന്ന ക്രോക്രോച്ച് ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണോ? അതായത് പുള്ളിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സമരം ശരിയാണ്, നീതിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പുള്ളിക്കാരന് ഈ ബോധ്യമുണ്ട്. സപ്പോർട്ട് ചെയ്യാനും പറ്റൂല, എതിർത്ത് പറയാനും പറ്റൂല. ഇതിപ്പോൾ എന്തൊരു ചെയ്യട്ട്, ആ ഒരു മാനസികാവസ്ഥയിലാണ് മാരാർജി ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ബാക്കിയൊക്കെ എന്നിട്ടാണ് സംഭവബഹുലമായ കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സമരം യഥാർത്ഥത്തിൽ BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയമായി ഈ സമരം BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നത് തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പേർ എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഒരു അനലൈസേഷൻ കൂടി നടത്താനാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഇത് എങ്ങനത്തെ ആളുകളായി സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, പക്ഷെ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തൊരു ടെക്നോളജി, ആ ടെക്നോളജി ഭയങ്കര ടെക്നോളജി ആണല്ലോ അത്. ഒന്നെങ്കിൽ ഞാൻ എതിർക്കുന്നു എന്ന് പറ, അല്ലെങ്കിൽ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറ. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ എതിർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നു? അതെന്നാ പരിപാടി അത്? കൊള്ളാം, നല്ല ഡിപ്ലോമസി വാരി അങ്ങ് എറിയുന്നുണ്ട്, കൊള്ളാം. ഇതിനു മുൻപ് കേരളത്തിൽ ഒരുപറ്റം യുവാക്കൾ PSC പരീക്ഷ വഴി നിയമനം കാത്തു കിടന്ന ഒരുപറ്റം യുവാക്കൾ തങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നു എന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് സമരത്തിലേർപ്പെട്ടപ്പോൾ ആ സമരത്തിൽ അവർക്കൊപ്പം പങ്കുചേർന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച ഒരുവന്റെ നീതിബോധമാണ് ഇന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ മാരാർജി ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? ഈ പറയുന്ന PSC നിയമനത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരാർജി ഈ സമരത്തെ അനുകൂലിക്കുന്നു അല്ലേ? അതായത് NDA ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന സമരത്തെ NDA ബാനറിൽ മത്സരിച്ച മാരാർജി പിന്താങ്ങുന്നു. ആന്നേ, ശരി, മാറ്റി പറയില്ല കേട്ടാ. 2 അമ്മമാർ, സഹോദരിമാർ, ആശമാർ, അവർ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട്, തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്തും ആത്മാഹൂതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും പ്രതിഷേധാത്മകമായി വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് അവർ സംഘടിച്ച് നിരവധി കാലം സമരം ചെയ്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഇന്ന് CJPയെ പിന്തുണയ്ക്കാൻ പോയേക്കുന്നത് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും കൊണ്ടല്ല, മറിച്ച് സോഷ്യൽ മീഡിയ വഴി അവർക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർ എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അത് കറക്റ്റാണ്. ഒരുപാട് ആൾക്കാർ അവിടെ പോയത് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ന്യൂ ജനറേഷൻ സമരമുറ, ജെൻസി സമരമുറ. അല്ലാതെ പഴയ പോലെ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ച് തല്ലും കൊണ്ട് വരുന്നതല്ല. ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പ്രൊട്ടസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് വന്ന്, സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ടുള്ളവർ വന്ന്, ഫിലിം സ്റ്റാർസ് വന്ന്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് വന്ന് അതിനെ റിയാക്ട് ചെയ്ത് ആ സാധനം കൂടുതൽ ഈ വിഷയം അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ച് അതിഭീകരതയിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു സഹായം കൊണ്ട് ഈ സാധനം ആളുകളിലേക്ക് എത്തിക്കും. അതാണ് പുതിയ സമരമുറ. അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അവിടെ പോയി അവരതിനൊരു പിന്തുണച്ചു. ഓക്കെ, അവർ പിന്തുണച്ചല്ലോ. ചില ആൾക്കാർ രാവിലെ കണ്ടു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുപ്പി വേണം, വെള്ളം വേണം, അങ്ങനെ ഷോ ഓഫ് കാണിക്കുന്നവരുമുണ്ട്. എന്നാൽ അത് അങ്ങനെ ചെയ്തെങ്കിൽ പോലും അവരുടെ എഫേർട്ട് വളരെ വലുതാണ് കേട്ടോ. ബാക്കിയൊക്കെ പക്ഷെ ഞാൻ വ്യക്തിപരമായി പറയുന്നു,
ഈ കേരളത്തിലെ വിവിധ സമരങ്ങളിൽ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ സാധാരണക്കാരനെ അടിച്ചമർത്താൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ നേരിട്ടിടപെട്ടതിൻ്റെ പോലീസ് കേസുകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ വഴി ഇടപെട്ടതായിക്കോട്ടെ, മറ്റു രീതിയിൽ ഇടപെട്ടതായിക്കോട്ടെ, ഈ ഇടപെടലുകളെല്ലാം ചേർന്ന ഒരുവൻ്റെ ആഗ്രഹമായിരുന്നു നിയമസഭയിൽ ഇവ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണമെന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചൊരുവനാണ്. അല്ലാതെ അതെന്തിനാ ഇപ്പം ഇവിടെ പറഞ്ഞേ? എലക്ഷൻ കഴിഞ്ഞു, അതിഭീകരമായി തോറ്റു, മുട്ടയെ കൊണ്ട് പേര് പറയിക്കും എന്ന് പറഞ്ഞു, മുട്ട നല്ല സുന്ദരമായിട്ട് ഊക്കിയിട്ടു. പിന്നെന്തിനാണ് ആ ഒരു സാധനം ഇവിടെ പറയുന്നത്? അതായത് അവിടെ പോയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവന്മാരൊക്കെ റീച്ചിന് വേണ്ടി പോയതാ. പക്ഷേ ഞാൻ നിങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ആഗ്രഹത്തോടെ എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിക്കണമായിരുന്നു. അല്ലാതെ 2020 പോയി NDAയുടെ സപ്പോർട്ടോടെ നിന്ന് തോറ്റിട്ട് പിന്നെ വന്നിട്ട് ഞാൻ അങ്ങനെയല്ല, എൻ്റെ നിലപാടുകൾ അങ്ങനെയാണെന്ന് പറയുന്ന കാര്യമില്ല. ബിഗ് ബോസിൽ നമ്മൾ കണ്ടൊരു മാരാരുണ്ട്, നിലപാടുകൾ ശക്തമായി പറഞ്ഞ് അതിനു വേണ്ടി നിലകൊള്ളുന്നൊരു മാര. പുറത്തിറങ്ങി വന്നപ്പോഴോ നിലപാടിൻ്റെ നീ അവിടെയും ലപാട് അവിടെയും. അതേപോലെയാണ് മാരാർ ചെയ്യുന്ന പല കാര്യങ്ങളും. എനിക്ക് പേഴ്സണലായിട്ട് BJP പാർട്ടീനെ വലിയ താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ താല്പര്യം. അപ്പോൾ ഒരാൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് നിന്നിട്ട് നിങ്ങൾ ആ ഒരു പാർട്ടിയുടെ ആശയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആ സാധനത്തിൽ നിങ്ങൾ ഇമ്പ്രസ്ഡ് ആണെങ്കിൽ അത് പ്രകാരം വർക്ക് ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയണമെങ്കിൽ എതിർത്ത് പറയണം. ഇതങ്ങനെയല്ല, എതിർക്കുകയും വേണം, എന്നാൽ സപ്പോർട്ടും വേണം, രണ്ട് വെള്ളത്തിൽ കണ്ട് കാലും വെക്കണം. ഇതിപ്പോൾ അങ്ങനെയാണ് അഭിപ്രായം പറയാതിരിക്കണം. അഭിപ്രായം പറ. മറ്റൊരു നേട്ടവും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഡൽഹിയിലെ യുവാക്കൾ ഈ നടത്തുന്ന സമരം എങ്ങനെയാണ് BJPക്ക് പ്രയോജനം ചെയ്യുന്നത് എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാലത്ത് ഡൽഹിയിൽ ഇതിനേക്കാളും വലിയ സമരം നടന്ന വലിയ ആൾക്കൂട്ടം ഇതിനേക്കാളും വലിയ രീതിയിലുണ്ടായി. അങ്ങനെ ഈ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നു, ആം ആദ്മി രാഷ്ട്രീയ പാർട്ടി. ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെ വരവ് BJPക്ക് കൂടുതൽ ഗുണം ചെയ്തു, കോൺഗ്രസിന് വലിയ രീതിയിൽ ക്ഷീണം ചെയ്തു. കാരണം രാജ്യത്ത് രണ്ട് തരം രാഷ്ട്രീയം മാത്രമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒന്ന് മോദി അനുകൂല രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP അനുകൂല രാഷ്ട്രീയം. രണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയം. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, വിവിധ സംഘടനകളിൽപ്പെട്ടവർ, വിവിധ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റുകളായിട്ട് നിൽക്കുന്നവർ, പുരോഗമന ആശയം കൊണ്ടു നടക്കുന്നവർ, രാജ്യവിരുദ്ധ ആശയം കൊണ്ട് നടക്കുന്നവർ, രാജ്യദ്രോഹികളായിട്ടുള്ള റിയലായിട്ടുള്ള രാജ്യദ്രോഹികൾ, രാജ്യത്തിനുള്ളിലെ വിഘടനവാദികൾ, ഇവരെല്ലാവരും കൂടി ചേരുന്ന ഒരു മോദി വിരുദ്ധത അല്ലെന്നുണ്ടെങ്കിൽ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയാൽ ഒരിടത്താണോ വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി കിടന്ന് വലിയ രീതിയിൽ വായിട്ടലയ്ക്കുന്ന റഹീം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ റഹീം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു വരട്ടെ എന്ന് റഹീം വിചാരിക്കുമോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി തന്റെ മണ്ഡലത്തിൽ SPയോ BSPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെയോ ആണ് ജയസാധ്യതയെങ്കിൽ തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ അവൻ ഇവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അണ്ണ എന്തൊരു തേങ്ങയാണ് ഈ പറയുന്നേ? മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ BJPയിൽ വിശ്വസിക്കുന്നവർ BJPക്കും NDAക്കുമാണ് വോട്ട് ചെയ്യുന്നത്. എന്താണ് അതിനകത്തെ വ്യത്യാസം? ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ അവർക്ക് വോട്ട് ചെയ്യുന്നു, ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ ഇവർക്ക് വോട്ട് ചെയ്യുന്നു. ഇതിൽ എന്തൊരു വ്യത്യാസമാണ് അണ്ണൻ കണ്ടുപിടിച്ചത്? ഒന്നുകൂടെ കേൾക്കാം. ഇനി എൻ്റെ തെറ്റാണെങ്കിലോ ഒന്നുകൂടെ കേൾക്കാം. റഹീം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു വരട്ടെ എന്ന് റഹീം വിചാരിക്കുമോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി തന്റെ മണ്ഡലത്തിൽ SPയോ BSPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെയോ ആണ് ജയസാധ്യതയെങ്കിൽ തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ അവൻ ഇവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. സത്യത്തിൽ മാരാർജിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും എന്താ സംഭവിച്ചേ? നിങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ BJPയിൽ വിശ്വസിക്കുന്നവർ BJPക്കും NDAക്കുമാണ് വോട്ട് ചെയ്യുന്നത്. പൊന്നട, ഇത് മാസ്മരിക കണ്ടുപിടുത്തു പോയപ്പോലെ ഈ സാധനം. ഇറ്റ്സ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ഇത് എന്തൊരു കണ്ടുപിടുത്തം ഇത്!
ശരിക്കും എന്തൊരു പറ്റി? തലയിൽ പണ്ട് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വീണ പോലെ ആപ്പിളും എല്ലാം വീണോ? എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അണ്ണൻ എന്ത് ഉദ്ദേശിച്ചേ? അണ്ണൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ, ഒപ്പോസ് ചെയ്യുകയാണോ? അണ്ണൻ മത്സരിച്ച് തോറ്റതിൻ്റെ ന്യായീകരണം നടത്തുവാണോ, BJP പൊക്കിപ്പറയുവാണോ? എന്താണ് ശരിക്കും ഈ വീഡിയോയുടെ കാതലായ കണ്ടന്റ് എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, ശരിക്കും മനസ്സിലായില്ല. നേരത്തെയൊക്കെ ഇയാൾ പറയുമ്പോഴത്തേനും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇത് ശരി കേട്ടോ, മാരാർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് ഇതിനും വേണ്ടി പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ എന്നെ ചെയ്യണമെന്നൊരു പിടിയിലില്ല. ഇത് എങ്ങനെയാണ് ആ പാർട്ടി ചേരുന്നതിന് തൊട്ട് മുമ്പേ തലച്ചോറൂരി മറ്റേ എടുത്ത് കറി വെച്ച് തിന്നാ? എന്തൊക്കെ വിവരമില്ലായ്മ! എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഇനി എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് തിരുത്തുക. ഇതാണ് മാരാർജി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്തെ ആശയം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരിക. എനിക്കറിയത്തില്ല. നമ്മൾ രാഷ്ട്രീയത്തിലൊന്നും മത്സരിച്ചിട്ടില്ല, നമുക്ക് അത്രയും രാഷ്ട്രീയപരമായ നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാരാർജി പറയുന്ന ബാക്കിയേക്കാം. ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJPക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJPയെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ഒരിക്കലും രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഓക്കെ, ഈ ഒരു സമരം BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല. ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ പോകുമെന്നാണ്. പക്ഷെ അണ്ണൻ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? ഈ ഒരു സമരം BJPക്ക് ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ഇത് ഗുണം എവിടെ? ഇനി അത് ഗുണവും ദോഷമില്ലല്ലോ, സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും എൻ്റെ പൊന്ന് രാഷ്ട്രീയ നിരൂപകൻ അഖിൽമാരാരെ, താങ്കൾ ഇപ്പോഴും ഈ ഒരു സമരം കൊണ്ട് BJPയുടെ ചെറുവിരലിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമരം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികൾ, താങ്കൾ പറഞ്ഞ പോലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു നിമിഷമെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് വരട്ടെ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ഈ NDA സഖ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കും. BJPയിൽ തന്നെയുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന തലച്ചോറുള്ള ഒത്തിരി പേര് BJP രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ചവിട്ടിക്കൂട്ടിയാലും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വിശ്വസിക്കും, ഒരിക്കലും തെറ്റല്ല. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ചില നേതാക്കൾ അതേ വാല്യൂ നിങ്ങൾക്ക് തരുന്നുണ്ടോ നോക്കണം. അവരെന്ത് തെറ്റ് ചെയ്താലും കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് കൊടുക്കുന്നതല്ല ശരിയായ രാഷ്ട്രീയം. ഇത് അണ്ണ എന്തൊക്കെയാണ് പറയുന്നത്? BJP അവിടെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു, കുറേ ആളുകൾ എതിരാകുന്നു, BJPയിൽ വിശ്വസിക്കുന്ന പല ആളുകളും തിരിഞ്ഞു കുത്തും. BJPയിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഈ പറയുന്ന നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും? അതിലെത്ര പേർക്ക് ഇതൊരു ശരിയായ സാധനമല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് ശരിയായ നീതിയല്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അവരെടുത്ത പ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDA വന്നു കഴിഞ്ഞാൽ മലമറിക്കുമെന്നല്ല, അത് അന്നേരം ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവനല്ലെങ്കിൽ എവനെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യും, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇപ്പോൾ കുറേ വർഷമായില്ലേ, മറ്റവർക്ക് കൂടെ ഒരു ചാൻസ് കൊടുക്കുക. ഇവർ മാത്രം അങ്ങനെ സമ്പാദിച്ചാൽ ചെയ്യും, അവരും കൂടെ സമ്പാദിച്ചിട്ട് പോട്ട്, അങ്ങനെ ചിന്തിക്കും ആൾക്കാർ. ബാക്കിയേക്കാം. ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. ഇനി BSPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെയോ ആണ് ജയസാധ്യതയെങ്കിൽ തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ അവൻ ഇവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJPക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJPയെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ഒരിക്കലും രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. ബഹളം വെക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. ഇല്ല, താങ്കൾ എന്തിനാ ആദ്യം ഈ CJP പാർട്ടിയുടെ സമരമുഖത്തിന് സപ്പോർട്ട് കൊടുത്തത്? ഇത് അടിച്ചമർത്തുന്നവൻ്റെ ശബ്ദമാണ് അണ്ണാക്കി കയറി നിലയ്ക്കുന്നതെന്നൊക്കെ പറയാൻ പോയത്. വിഡ്ഢിയാണല്ലേ? എനിക്ക് അദ്ദേഹം തോന്നിയായിരുന്നു കേട്ടോ.
ഇനി നീതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചർച്ച നടത്തണം. അതിനുവേണ്ടി ആരോട് ചർച്ച നടത്തണം അതൊന്ന് പറഞ്ഞുതരാമോ? വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചർച്ച നടത്തണം. ഞാൻ എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും? പുള്ളി ഇങ്ങനെ കാറിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി കോളറെ പിടിച്ചെടുത്തിരിക്കും, ഇടാ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് ചർച്ച നടത്താൻ പറ്റുമോ? ആ ചർച്ചകൾക്കോ അതിനുള്ള വഴി തെളിയിക്കാൻ സാധിക്കാത്തതോ ആ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അവർ അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഇത് പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരു വിദ്യാർത്ഥി എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാ രാഷ്ട്രീയ നേതാവ് തീരുമാനിച്ചായിരുന്നോ? അല്ലെങ്കിൽ എങ്ങനെ ചർച്ച ചെയ്യണമെന്നാണ് മാരാർജി പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇപ്പം എനിക്ക് മോദിജിയുടെ ഒരു ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, എന്നെ വിടെ NDA സഖ്യത്തിൽ ചേർന്ന് നിൽക്കുന്ന താങ്കൾ എങ്ങനെ അതൊരു ചർച്ചയിലേക്ക് നയിക്കും? ഒന്ന് പറഞ്ഞു തരാമോ? എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ പറയാൻ കൊള്ളാം കേട്ടോ, ഈ ഫിലോസഫിയൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിച്ച് മെഴുകാൻ കൊള്ളാം. പക്ഷെ ഒന്നും ഇത്രയും പ്രശ്നമായിട്ട് ഇവർ ഈ ചർച്ചയ്ക്ക് തയ്യാറായോ? മര്യാദയ്ക്ക് ഓടുന്നവനെ ഇടങ്കാലത്തിട്ട് വീഴ്ത്തുന്നു, ലാത്തിക്കടിക്കുന്നു. ആ സമരമുറത്തിൽ ആ സമരത്തെ ലീഡ് ചെയ്യുന്ന ഒരാളെ വിളിച്ച് ആ പ്രശ്നം തീർക്കാൻ ഇവരെന്തെങ്കിലും ചെയ്തോ? ഇപ്പോൾ ഈ പറയുന്ന CJP ടീമുകളും രാഹുൽ ഗാന്ധി എല്ലാം കൂടെ ചേർന്ന് അവരുടെ കുറച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്തിയോ? പട്ടി വില കൊടുക്കുന്നുണ്ടോ ഈ അവിടെ പോയി നിൽക്കുന്ന ജനങ്ങൾക്ക്? ഈ ഈ ഒരു ഗവൺമെൻറ്റിൽ ഭരിക്കുന്ന ചില ആളുകൾ ഉണ്ടോ? ഇല്ല. ബാക്കിയേക്കാം ഇറങ്ങണം. അല്ലാതെ ഡൽഹിയിൽ പോയി പാവപ്പിടിച്ച ഒരു മാസം തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കുറെ പോലീസുകാരുടെ കയ്യോ കാലോ തല്ലി അടിച്ചതുകൊണ്ടോ ഈ പോലീസുകാർ പാവങ്ങൾ, അവന്മാർ അടിച്ച് കയ്യും കാലും തല്ലി ഓടിക്കുന്ന ജനങ്ങളിപ്പോൾ ഭീകരന്മാരില്ലയോ? രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതുകൊണ്ടോ ഇതിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊന്നിട്ടായാലും വേണ്ടിയില്ല ഈ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാം എന്നതിന് വേണ്ടി കാത്തു കിടക്കുന്ന കുറെ രാജ്യദ്രോഹികൾക്ക് വളമാവുകയും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ ചർച്ച നടത്തി തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഇവിടെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ താങ്കൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഫണ്ടിലേക്ക് താങ്കൾ ഇടില്ല, ചീഫ് മിനിസ്റ്ററിൻ്റെ ഫണ്ടിലേക്ക് പൈസ ഇടില്ല, കാരണം അതിൽ നിന്നുള്ള പൈസ കൃത്യമായ രീതിയിലല്ല വകതിരിച്ചിരിക്കുന്നതെന്നുള്ളത് താങ്കൾ ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരുന്നു. എന്തുകൊണ്ട് താങ്കൾ അത്രയും ഒരു പ്രതികരണം നടത്താതെ പിണറായി വിജയനെ പോയി നേരിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല? അല്ല, അങ്ങനെയാണ് നമുക്കെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ പോരെ. നമ്മളതിന് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടത്തുന്നതും അത് എന്തിനായിരുന്നു? അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം. അപ്പം നമ്മൾ അടുത്ത മാർഗം സ്വീകരിക്കും. അതാണ് മാർഗം. ഇവരെന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവം കണക്ഷൻ വിട്ടു. എന്നാലും കേൾക്കാം. ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാവുന്നത് വരെ നിങ്ങൾ ചർച്ച നടത്തി. ആരോട് ചർച്ച നടത്തും? ഞാനും നീയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഇരുന്ന് ചർച്ച നടത്തിയാൽ മതിയോ? അധികാരപ്പെട്ട ആൾക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾക്കെതിരെ അവരുടെ ശബ്ദം ഉയർത്താത്തപ്പോൾ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി സംസാരിക്കാത്തപ്പോൾ മറ്റൊരുത്തൻ്റെ അവഗണനയെ ചോദ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. ഞാൻ ഗവൺമെൻറ് എല്ലാം ശരിയാക്കാൻ റെഡിയാട്ടോ, പക്ഷേ ചുമ്മാ നമ്മൾ ഗവൺമെൻറ് ശരിയാക്കി നമ്മൾ സമരത്തിൽ പോകുന്ന പറഞ്ഞ് സമരത്തിൽ പോകാറില്ല. ഇന്നലെ കേട്ടിട്ടുണ്ടത്. ഒരു ലോഡ് പുട്ടി വരെ തരട്ടെ, അങ്ങ് വെളുപ്പിക്കാവോ? അങ്ങ് ഒരു മയത്തിന് ആദ്യം സപ്പോർട്ട് ചെയ്ത് തുടങ്ങി, അവരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നിങ്ങനെ കറക്കി തിരിച്ച് വന്ന് സപ്പോർട്ട് ചെയ്തവന്മാരെ വിഡ്ഢികളാക്കി വീണ്ടും വന്ന് അത് ചർച്ച നടത്തണമെന്നായി. ഇത് BJPക്ക് ഗുണമായി. പുതിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, ഇത് കൊള്ളാം, പരിപാടി കൊള്ളാം, നല്ല മാനിപ്പുലേഷൻ ഓൺ ദ എക്സ്ട്രീം പീക്ക്. പുതിയൊരു തിരക്കഥ എഴുതി. മറ്റേ ജോജു ജോർജിനെ പടം ഞാൻ കണ്ടായിരുന്നു, നൈസായിരുന്നു. അത് വെല്ലുന്ന തിരക്കഥയാണ് ഇതിൻ്റെ പിന്നിൽ. പരിഹാരം ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതുമൂലം നിങ്ങൾക്ക് രാഷ്ട്രീയമായി BJPയും അല്ലെങ്കിൽ NDAയും ഒക്കെ ഇല്ലാതാക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ രാജ്യത്ത് ഉപ്പുവച്ച കലം പോലെ ഇല്ലാതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ വിഡ്ഢികൾ പറയുന്നതും കേട്ട് അല്ലെന്ന്. അതെ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആശയങ്ങളെ വിഡ്ഢികൾ. BJP ആശയം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ബുദ്ധിമാന്മാരുണ്ടല്ലോ, പറയുന്ന സാധനങ്ങളാണ് കേൾക്കുന്നത്. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ പാർട്ടി കുത്തുമ്പോൾ BJP വിശ്വസിക്കുന്നവർ BJP കുത്തും. ഇത് എനിക്ക് പഴയൊരു ഡയലോഗ്. ഇത് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ചില ആളുകൾക്ക് ഒരു പ്രത്യേക തരം ട്രെയിനിങ് കൊടുക്കും. ഇനി മുമ്പ് ഒരാളുണ്ടായിരുന്നു, ആഗോള വിപണിയിൽ 1 രൂപ 2 രൂപ കുറയുമ്പോൾ നമ്മളിവിടെ 1 രൂപയല്ലേ കൂട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള താളങ്ങളൊക്കെ വിടുന്ന കേട്ട്. അതേപോലത്തെ പരിപാടിയാണ് അണ്ണ ഇവിടെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്.
രാജ്യത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ അറിയാം. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നതായിരുന്നു കഴിഞ്ഞ കുറെ നാളത്തെ ചർച്ച. ഒരിക്കലും ഈ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായ സമയത്തൊന്നും തന്നെ ഈ മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിട്ടില്ല. യാതൊരു പ്രതിബദ്ധതയോ യാതൊരു സാമൂഹിക താങ്കളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾ ഫുൾ ടൈം ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുള്ളി എപ്പോഴും ഇന്ത്യയിലുണ്ട്. കണ്ണടച്ച് തുറക്കുമ്പോൾ അമേരിക്ക നിൽക്കുന്നതാണ്, വീണ്ടും കണ്ണടച്ച് തുറക്കുമ്പോൾ അയർലൻഡിൽ നിൽക്കുന്നതാണ്, കണ്ണടച്ച് തുറക്കുമ്പോൾ ബ്രിട്ടനിൽ നിൽക്കുന്നതാണ്. നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആൾ ന്യായമാണോ എന്ന് തിരക്കണം. ഇപ്പോൾ മോദിജി ന്യായമല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പാർട്ടിയിലെ ചില ആശയങ്ങളോട് മാത്രമുള്ളൂ എനിക്ക് എതിർപ്പ്. ഹിന്ദു മതം മാത്രം അത് ശരിക്കും അവരൊന്നും അല്ല, കുറേ താഴെ കിടക്കുന്ന കുറേ പൊട്ടന്മാരാണ് ഈ ആശയങ്ങൾ മുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. യാതൊരു വിഷണവും ഇല്ലാതെ കോമാളിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സുകാർക്കുണ്ടാവണം. കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും അവർ ഈ പണിയേൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ ഇവർന്നയാൾ നശിപ്പിച്ചില്ലാതാക്കി കളയും. കേരളത്തിൽ ഒരു വി ഡി സതീശന്റെ തിരിച്ചുവരവ്, വി ഡി സതീശൻ വന്നതുകൊണ്ടും പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടും കോൺഗ്രസിന് അധികാരം ലഭിച്ചു എന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ രാജ്യത്തൊന്നും കോൺഗ്രസിനെ ഒരു മനുഷ്യനും വിശ്വാസത്തിലെടുക്കത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമെങ്കിലുമായി മാറാൻ കോൺഗ്രസിനും കോൺഗ്രസ് ഇതര സംഘടനകൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ നമോവാകം. അല്ലെ, ഈ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് അഖിൽമാരാർ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിനെ വളർത്തേണ്ടവർ, പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിച്ചോളും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിച്ചോളും. അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിവില്ല എന്നുള്ള പക്ഷത്തിൽ മറ്റാരെങ്കിലും ആ സ്ഥാനം ഏറ്റെടുത്തോളും. എല്ലാ കാലത്തും താങ്കൾ വിചാരിക്കുന്ന ഒരേ ഒരു ആൾ സ്വേച്ഛാധിപതിയെ പോലെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പുറത്തുനിന്ന് ഒരാൾ ശബ്ദം ഉയർത്തും, അപ്പോൾ അത് വരും. സ്വന്തം പാർട്ടിയിലെ സാധനങ്ങൾ നോക്കുകയേ, മറ്റുള്ളവൻ്റെ കഞ്ഞിക്കൈയിട്ട് വരാതെ. കൊള്ളാം. മാരാരുടെ ആശയങ്ങളൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തി. മറ്റു വരെ